നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ നമസ്കാരം. ഇന്ന് നമ്മുടെ രാജാവ് എല്ലാവർക്കെതിരെയും കേസ് എടുത്തുകൊണ്ടിരിക്കുക. ഏതാണ് ആ രാജാവ്? ഞമ്മന്റെ പിണറായി തമ്പ്രാൻ രാജാവ്. എന്തിനെന്നറിയാമോ? രാജാവ് ചെയ്തു കൂട്ടിയിട്ടുള്ള തെണ്ടിത്തരങ്ങളും ശുദ്ധ ചെറ്റത്തരങ്ങളും വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ മാന്യമായിട്ടും അമാന്യമായിട്ടും തന്നെ കേസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ എന്ന് പറയുന്ന സംവിധായകൻ, അതല്ലെങ്കിൽ തിരക്കഥ, എല്ലാ മേഖലയിലും, അതുപോലെ ബിഗ് ബോസിലെ വിജയി ആയിരുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള അദ്ദേഹം, അതുപോലെ എല്ലാ മേഖലയിലും കൃത്യമായിട്ട് തന്റേതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കുന്ന ആ വ്യക്തിക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. കേസ് എടുക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? കഴിഞ്ഞ തവണത്തെ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ, പ്രളയ ദുരന്തമായി കഴിഞ്ഞാലും കൊറോണയായാലും ഓഖിയായാലും ഒട്ടേറെ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ആ ദുരന്തങ്ങളിലൊക്കെ പിണറായി തമ്പ്രാൻ പിരിച്ച പൈസയിൽ സഖാക്കന്മാർ കൈയിട്ട് വാരി നക്കിയതിന്റെ കണക്ക് ചോദിച്ചു. കണക്ക് പറയാൻ ധൈര്യമുണ്ടോ, നട്ടെല്ലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞമ്മന്റെ ഈ മുഖ്യൻ. നോക്കൂ, സത്യം, ധർമ്മം, അതിലൂടെ ചലിക്കുന്ന ആളുകൾക്ക് ആരെയാണ് ഭയം വരിക? നാട്ടുകാരെ ഭയന്നുകൊണ്ട് നൂറുകണക്കിന് എസ്കോർട്ട് വാഹനങ്ങളിലും പട്ടാളത്തിന്റെയും പോലീസുകാരുടെയും ഒക്കെ ചുറ്റുവലിഞ്ഞ്, അതല്ലെങ്കിൽ AK-47 ഒക്കെയുള്ള ആ വലയത്തിൽ സാധാരണക്കാരെയുള്ള തന്നെ വോട്ടുകുത്തി ജയിപ്പിച്ച ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ചങ്കന്റെ പിണറായി തമ്പുരാന്റെ ഭയം എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഇവിടെ രാഷ്ട്രീയം മാറ്റിവെച്ച് സംസാരിക്കുകയാണെങ്കിലും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിന്. ഞാൻ തന്നെ പലതവണ കണ്ടിട്ടുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ ട്രെയിൻ കയറാൻ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അതിലൂടെ ഒരു ചെറിയൊരു ബാഗും തൂക്കി പിടിച്ച്, എന്നാൽ വിശ്രമമില്ലാത്തൊരു മൊബൈൽ ചെവിയിൽ വെച്ച് നടക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ പിണറായി വിജയന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടയൊന്നും പോരാ, പരട്ടെ എന്ന് മാത്രം ആരെങ്കിലും പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ പിണറായി വിജയന്റെ പിണറായിക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന KM ഷാജഹാൻ എന്ന് പറയുന്ന ഒരു സഖാവുണ്ട് മക്കളെ. VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പേഴ്സണൽ ആ ഒരു സ്റ്റാഫിൽ ഉണ്ടായിരുന്ന മുഖ്യനായിരുന്നു KM ഷാജഹാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹം കൃത്യമായിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ സകല തെണ്ടിത്തരങ്ങളും എല്ലാം പച്ചയ്ക്ക് വിളിച്ചു പറയാറുണ്ട്. അത്തരത്തിൽ ഈ പിണറായി വിജയന് കാശ് കൊടുത്താൽ അത് എവിടേക്കാണ്, എങ്ങനെയാണ് ഉപയോഗിക്കുക, എന്തിനാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ, ഈ പറയുന്ന എനിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കാരണം എന്തിനാ? പിണറായി വിജയനെതിരെ പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ച് പറയുന്നവർക്കെതിരെയൊക്കെ കേസെടുത്തുകൊണ്ട് വായടപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഈ പിണറായി വിജയൻ അറിയില്ല, നമ്മളൊക്കെ എന്ത് വന്നാലും നേരിടാൻ വേണ്ടി നെഞ്ചും വിരിച്ച് നടക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ളത് ആ പൊട്ടപ്പൻ അറിയില്ല, ചങ്കപ്പൻ അറിയില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. എന്തായാലും KM ഷാജഹാൻ സാറിന്റെ വാക്കുകൾ കേൾക്കേണ്ടതാണ്. ഇത് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക ആർക്ക് വേണം കാശ് കൊടുക്കേണ്ടത് എന്ന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കും മക്കളെ, ഒന്നൊന്നര വാക്കുകളാണ്. കാരണം ഒരു സഖാവിനെ മറ്റൊരു സഖാവിനെ പച്ചയ്ക്ക് പറയാനും അറിയുകയുള്ളൂ. അത്തരത്തിൽ കൃത്യമായിട്ടും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാജഹാൻ സാർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് നോക്കാം നമുക്ക്. വലിയൊരു ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത നിലയിൽ വലിയ തോതിലുള്ള ജനങ്ങളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉരുൾപൊട്ടൽ നമ്മൾ കേരളീയർ ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏതാണ്ട് 200-അടുത്തേക്ക് 175-ലധികം ആയി മരണസംഖ്യ ഉയർന്നിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നിരന്തരം ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങൾ കണ്ട് നമ്മൾ ആകെ ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ കേരളീയർ കുറച്ച് ദിവസമായി നിൽക്കുന്നത്. ജൂലൈ 30 മുതൽ. സുഹൃത്തുക്കളെ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് ഈ ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിരിക്കുന്നു എന്നും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ വളരെ ഉദാരമായി സംഭാവന ചെയ്യണം എന്നുമാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലാണ് അത് പറയുന്നത് കേട്ടത്. സുഹൃത്തുക്കളെ, അത് പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ. അതായത് 2007 കനേഡിയക്കാരിയായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തക, അവരുടെ പേര് നയോമി ക്ലീൻ എന്നാണ്. നയോമി ക്ലീൻ അവര് 2007 ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് ദ ഷോക്ക് ഡോക്ട്രിൻ, ദ റൈസ് ഓഫ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്നാണ്. ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, അതായത് ദുരന്ത മൂലധനം എന്ന് പറയാം. ഷോക്ക് ഡോക്ട്രിൻ, ഷോക്ക് ഡോക്ട്രിൻ ഷോക്കിലൂടെ ഉണ്ടാകുന്ന ഡോക്ട്രിൻ, ദി റൈസ് ഓഫ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം, ദുരന്ത മൂലധനത്തിന്റെ വളർച്ച. ഇതായിരുന്നു അവരുടെ ആ പുസ്തകത്തിന്റെ തലവാചകം. അത് യഥാർത്ഥത്തിൽ അവരെ എഴുതിയത് എന്താന്ന് വെച്ചാല്, ഈ വിവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട നയങ്ങൾ ഉണ്ടാക്കുന്നതിനായി ദേശീയ ദുരന്തത്തെ ചൂഷണം ചെയ്യുന്നു. അതായത് ദേശീയ ദുരന്തത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ
വിവാദപരവും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമായ നയങ്ങൾ ആവിഷ്കരിക്കാം. അതായിരുന്നു ആ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം. അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ എങ്ങനെ തിരിച്ചു? അത് യഥാർത്ഥത്തിൽ ഇറാഖ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവർ എഴുതിയത്. അവര് പറയുന്നത് ഈ സ്വതന്ത്ര വിപണിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ മൂലധന അധിഷ്ഠിതമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ഇറാഖ് യുദ്ധം എന്നുള്ളതായിരുന്നു അവരുടെ ആ പുസ്തകത്തിലെ അതിന്റെ പ്രതിപാദ്യ വിഷയം. അതായത് ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത് മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. അത് ഈ ചോദ്യം ചെയ്യപ്പെടേണ്ടതും പിന്നെ വിവാദപരമായിട്ടുള്ള നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നുള്ളതായിരുന്നു ആ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, ഈ കേരള മുഖ്യമന്ത്രി ഇപ്പൊ വയനാടുണ്ടായ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ആയിട്ടുള്ള ഈ ദുരിതാശ്വാസ നിധി രൂപീകരണവും അതിലേക്ക് ഉദാരമായിട്ടുള്ള സംഭാവനകളും ആവശ്യപ്പെടുന്നത് കണ്ടപ്പോൾ ഈ നയോമി ക്ലീൻ എന്ന് പറയുന്ന ആ വനിത ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട് എഴുതിയ ആ പുസ്തകം ആണ് യഥാർത്ഥത്തിൽ എന്റെ മനസ്സിൽ വന്നത്. അതായത് ദ ഷോക്ക് ഡോക്ട്രിൻ, ദ റൈസ് ഓഫ് ഡിസാസ്റ്റർ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ പുസ്തകമാണ് യഥാർത്ഥത്തിൽ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്. സുഹൃത്തുക്കളെ, വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ആ ദുരന്തത്തിൽ മരിച്ചവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി ഏകോപനത്തോടുകൂടി നിന്ന് അത് ചെയ്യുകയും അതിലൂടെ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള പ്രവർത്തനം നടത്തുന്ന സമയത്ത് ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയാണെന്നും അതിലൂടെ അതിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു ദുരൂഹത നമ്മൾ കണ്ടാൽ അതിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്തുകൊണ്ടാണ് നമ്മൾ അതിലൊരു ദുരൂഹത കാണുന്നത്? 2018 ഒരു മഹാപ്രളയം ഇവിടെ ഉണ്ടായി. ആ മഹാപ്രളയം ഉണ്ടായ സമയത്ത് ഒരു ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രി രൂപീകരിച്ചു. നമുക്കോർമ്മയുണ്ട്, ആ പ്രളയത്തിന്റെയൊക്കെ സമയത്ത് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പത്രസമ്മേളനങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ദുരിതാശ്വാസ നിധി രൂപീകരിച്ചിട്ടുണ്ട്, അതിലോട്ട് ഇത്ര കോടി അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ സംഭാവന ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ദൈനംദിനമൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. പക്ഷെ അത് നടന്ന് എല്ലാം കഴിഞ്ഞ് പണമെല്ലാം പിന്നെ സമാഹരിച്ച് കഴിഞ്ഞ കൊല്ലങ്ങൾ പലത് കഴിഞ്ഞിട്ടും എത്ര കോടി രൂപ ആ പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാഹരിച്ചു എന്നുള്ളതിന്റെ പൊതുമണ്ഡലത്തിൽ വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ? വന്നിട്ടുണ്ടോ? ഇല്ല എന്നതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. ഞാനിന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട എന്റെ ഒരു സുഹൃത്ത് ശ്രീമൻ ഹരിദാസൻ, അദ്ദേഹം ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞ എന്താണെന്നറിയാവോ? അദ്ദേഹം എനിക്ക് അതിന്റെ ഒരു വാർത്ത എനിക്ക് അയച്ചു തരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചെലവഴിച്ച തുക അറിയാൻ 36,550 രൂപ. അതാണ് അദ്ദേഹം എനിക്ക് കണക്കറിയാനുള്ള ചാർജ്. പേപ്പർ കട്ടിങ് 36,000 രൂപ കൊടുത്താൽ കണക്കറിയാം. ചെലവഴിച്ച തുക അറിയാൻ 36,550 രൂപ. അത് പറയാണ്, വിവരാവകാശ പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ ലഭിക്കാൻ നൽകേണ്ടത് 36,550 രൂപ. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് MK ഹരിദാസ് നൽകിയ അപേക്ഷകൾക്ക് വിവിധ കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസുകളും നൽകിയ മറുപടിയിലാണ് വിവരം നൽകാൻ ഇത്രയും തുക കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നീക്കിയിരിപ്പുള്ള തുകയും വ്യക്തിഗത ധനസഹായം സംബന്ധിച്ച വിവരങ്ങളും ആവശ്യപ്പെട്ടാണ് ഹരിദാസ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. 2008 മാർച്ച് 31 വരെ 10,69,93,215 രൂപ ദുരിതാശ്വാസ നിധിയിൽ നീക്കിയിരിപ്പുണ്ടെന്ന് ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയും പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായിട്ടുള്ള രാജപ്പൻ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. എന്നാൽ വ്യക്തിഗത സഹായം സംബന്ധിച്ച വിശദാംശങ്ങൾ വകുപ്പിൽ ലഭ്യമല്ലെന്നായിരുന്നു മറുപടി. തുടർന്ന് കളക്ടറേറ്റുകളിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും ലഭിച്ച അറിയിപ്പ് പ്രകാരമാണ് വിവരം ലഭിക്കാൻ 36,550 രൂപ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ നൽകിയ തുകയുടെ കണക്കുകളും നൽകിയ വ്യക്തിയുടെ വിവരങ്ങളുമാണ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നത്. അതായത് മക്കളെ, പിണറായി വിജയന്റെ പേരിൽ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ച നിങ്ങളടക്കമുള്ള പാത്തുമ്മയുടെ ആടിനെ വിറ്റിട്ടും പാവം പിടിച്ച സഹോദരിമാർ കമ്മലും മാലയൊക്കെ ഊരി വിറ്റിട്ടും അത്തരത്തിൽ കുഞ്ഞു മക്കൾ കുടുക്ക പൊട്ടിച്ചും കൊടുത്ത ആ കാശുണ്ടല്ലോ, ആ കാശ് ആർക്കൊക്കെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അധികാരമില്ല. ചോദിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 36,000 സംതിങ് രൂപ അടച്ചുകൊണ്ട്, ചലാൻ അടച്ചുകൊണ്ട് അവകാശപ്പെടാം, ആവശ്യപ്പെടാം. അപ്പോഴേ കിട്ടുകയുള്ളൂ. എന്തുകൊണ്ട്?
എന്തുകൊണ്ടാണ് ഈ ചാർജ് വെച്ചത്? ഏതൊരു സാധാരണക്കാരനാണ് 36,500 രൂപ അടച്ചുകൊണ്ട് തനിക്ക് ഈ കണക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെടുക? ആരും ആവശ്യപ്പെടില്ല. അത് തന്നെയാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് ഇത് സുതാര്യമാണ്, മറ്റതാണ് തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് കോടികൾ കക്കാനാണോ എന്ന് ഏതൊരാൾ സംശയിച്ചു കഴിഞ്ഞാലും എങ്ങനെയാണ് കുറ്റപ്പെടുത്താനാവുക? അതുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്തുതകൾ, സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾ തെളിവ് സഹിതം പറയുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കള്ളൻ മടിയിൽ കനമുണ്ട്, ആ കനം ഒളിപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരും ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ വിലക്കിക്കൊണ്ട് അവരെ നിരോധിച്ചുകൊണ്ടും അവർക്കെതിരെ കേസെടുത്തുകൊണ്ടും അവരെ കള്ള കേസിൽ കൊടുക്കുക എന്നത് ആരുടെ ലക്ഷണമാണ്? അത് കള്ളത്തരം ഒളിപ്പിക്കുന്ന പെരുങ്കള്ളന്റെ ലക്ഷണം തന്നെയാണ്. അതുകൊണ്ട് ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടി ഉണ്ട് മക്കളെ, കേൾക്കേണ്ട ഒന്നൊന്നര കാര്യങ്ങൾ തന്നെയാ. കേട്ടു നോക്കും. ഏപ്രിൽ 5 നൽകിയ അപേക്ഷ 30 ദിവസത്തിനകം മറുപടി നൽകണം എന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ പിന്നെ 36,000 രൂപ വിവിധ കളക്ടറേറ്റുകളും താലൂക്ക് ഓഫീസ്. എന്നാൽ പൊന്നാനി താലൂക്ക് ഓഫീസ് കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 4,72,00,000 രൂപ ധനസഹായം നൽകിയതായി അറിയിച്ചു. അപ്പൊ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്? ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പിന്നെ വ്യക്തികൾ എത്ര സഹായം നൽകി എന്നതിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ആ വിശദാംശങ്ങൾ ആവശ്യപ്പെടണമെങ്കിൽ 36,550 രൂപ കൊടുക്കണം എന്നാണ് സർക്കാർ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മള് പിന്നെ പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ എത്രയോ വാർത്തകൾ കേട്ടു സുഹൃത്തുക്കളെ. ആ പ്രളയ ദുരിതാശ്വാസം സംബന്ധിച്ച് നമ്മൾ കേട്ട വാർത്തകൾ എന്തായിരുന്നു? ഒരു വാർത്ത എന്തായിരുന്നു? ഒരു വാർത്ത പ്രളയ ഫണ്ട് കോഴി കച്ചവടത്തിന് പാവങ്ങളുടെ പണം കൊണ്ട് വാങ്ങിയത് കോഴി ഫാം, ആർപ്പാട ജീവിതവും ലക്ഷ്യം. കൊച്ചിയിൽ നിന്നുള്ള വാർത്തയാണ്. CPM പ്രാദേശിക നേതാക്കളടക്കം ഉൾപ്പെട്ട പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പ് കോഴിക്കച്ചവടത്തിന് വേണ്ടിയെന്ന് കണ്ടെത്തൽ. തട്ടിപ്പ് പ്രതികളായ കളക്ടറേറ്റ് ജീവനക്കാരൻ വിഷ്ണുപ്രസാദും സുഹൃത്തും ചേർന്ന് പൊള്ളാച്ചിയിൽ കോഴി വാങ്ങിയതായും കോഴി ഫാം വാങ്ങിയതായും ഇതിന്റെ ബാക്കി പണം നൽകാനാണ് തട്ടിപ്പ് നടത്തിയതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. പറഞ്ഞിരിക്കുകയാണ് വാർത്ത. ഇതിനു പുറമെ ആർഭാട ജീവിതവും പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നു. എറണാകുളം കളക്ടറേറ്റിലെ സെക്ഷൻ ക്ലർക്കായ വിഷ്ണുപ്രസാദാണ് സുഹൃത്തായ ഇവരോടൊപ്പം ചേർന്ന് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 10,54,000 രൂപയാണ് പിന്നെ തന്റെ അക്കൗണ്ടിലേക്ക് മാറിയത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന്, പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വ്യക്തികൾ കൊടുത്തിട്ടുള്ള പണം എത്രയാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നില്ലെന്ന് മാത്രമല്ല, വിവരങ്ങൾ കിട്ടണമെങ്കിൽ തന്നെ 36,550 രൂപ കൊടുക്കണം എന്ന് പറയും. അതുപോലെ തന്നെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിന്റെ ഒരു വാർത്തയാണ് ഇപ്പൊ ഞാൻ വായിച്ചത്. അതുപോലെ എത്ര വാർത്തകൾ നമ്മൾ കണ്ടു. അതിഭീകരമായിട്ടുള്ള തട്ടിപ്പ് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടാത്ത സുഹൃത്തുക്കളെ? ഇഷ്ടം പോലെ വാർത്തകളല്ലേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ വാർത്തകൾ ഞാൻ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു. ഞാനത് നിങ്ങളൊന്ന് കേൾപ്പിക്കാം. അതായത് പിന്നെ CMDRFിലേക്ക് മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതാണ്. ദുരിതാശ്വാസ ഫണ്ട് ക്രമക്കേട്, സംഘടിത കുറ്റകൃത്യങ്ങളും ഏജന്റുമാരുടെയും പങ്ക് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് സ്ഥിരീകരിച്ച് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് കേസ് കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. പിണറായി സർക്കാരിന് വലിയ നാണക്കേടായി ദുരിതാശ്വാസ നിധി തട്ടിപ്പ് വിവാദം. പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് വകുപ്പ് തല അന്വേഷണത്തിന് റിപ്പോർട്ട് നടപടിയില്ല. അപ്പൊ ആ നിലയിൽ എത്ര വാർത്തകളാണ് ഇത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നത്? എന്റെ ഒരു കണക്കുകളും ഇന്ന് പൊതുമണ്ഡലത്തിൽ ലഭ്യമല്ല. ആ തട്ടിപ്പിൽ CPMന്റെ പ്രവർത്തകരുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് സംബന്ധിച്ചിട്ട് ഇനി എന്താണ് നമ്മൾ പറയാനുള്ളത് സുഹൃത്തുക്കളെ? അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ലോകായുക്തയിൽ നടന്ന കേസ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ വിവരങ്ങൾ ചോദിച്ച വിവരാവകാശ പ്രവർത്തകരോട് വിവരം തരണമെങ്കിൽ പോലും 36,550 രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു. ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഈ ദുരന്തത്തിൽ മരിച്ചവർ ഇനി കണ്ടുപിടിക്കാണ്ടിരിക്കുന്നവർ അവരെയൊക്കെ ഒരുമിച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേർത്ത് നിന്ന് അവരെയൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും കൂടുതൽ ആവേശം ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാക്കി അതിൽ നിന്ന് സംഭാവന വാങ്ങുന്നതിലാണ്. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞ 2007 ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയോമി ക്ലീൻ എഴുതിയ പുസ്തകത്തിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു. സുഹൃത്തുക്കളെ, ഇത് ഈ പറഞ്ഞതുപോലെ ദുരൂഹമാണ് എന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ഇപ്പോഴത്തെ മുൻഗണന അതാണോ? അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ എങ്ങോട്ടാണ് പോകുന്നത് എന്നത് സംബന്ധിച്ചിട്ട് അതിന്റെ തെളിവാണ് ഈ ദുരിതാശ്വാസ നിധിയുടെയും ഉദാരമായ സംഭാവനകളുടെയും പ്രഖ്യാപനം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അവരുടെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ അനുഭവം അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ എത്രത്തോളം സഹകരിക്കുമെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണണം. എന്തായാലും ജനങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ
ഈ പുതിയ ദുരിതാശ്വാസ നിധി പ്രഖ്യാപനത്തെ തുറന്ന മനസ്സോടെ അല്ല സ്വീകരിച്ചിരിക്കുന്നത് എന്നത് എനിക്ക് കിട്ടുന്ന പ്രതികരണങ്ങളിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്നും വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ നിധിയുടെ വിജയം എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നേ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കപ്പെട്ട സുഹൃത്തുക്കളെ. നോക്കൂ, ഒരു ദുരന്തത്തിൽ ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഒരാളും പിറകോട്ട് നിൽക്കില്ല എന്നിരിക്കെ എന്തിനാണ് മുൻ പ്രളയ ദുരന്തമായാലും കൊറോണയായാലും അതല്ലെങ്കിൽ നിപ്പ ഓക്കി ആയാലും ഇതിലൊക്കെ ശേഖരിച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപ കൈയിട്ട് വാരി നക്കി ചിക്കൻ ഫാം പോലും തുടങ്ങാൻ വേണ്ടി സഖാക്കന്മാർ കൈയിട്ട് വാരി വകമാറ്റി നക്കിയിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം പറയുന്നവർക്കെതിരെ കേസെടുക്കുന്ന പിണറായി വിജയൻ, താങ്കൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള ചെറ്റകളായിട്ടുള്ള ചെറ്റപ്പൊക്കികൾ ഉണ്ടല്ലോ, എച്ചിൽ ചെറിനക്കിപ്പട്ടിയുടെ ഇലനക്കിപ്പട്ടിയുടെ ചെറിനക്കിപ്പട്ടികളായിട്ടുള്ള എച്ചിൽ നക്കി സഖാക്കന്മാർക്കെതിരെ നട്ടലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിച്ച് അവരെ ജയിലിൽ അടയ്ക്കാൻ നോക്കും. എന്നിട്ട് സുതാര്യമാണ് ഇത് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലാതെ പച്ച സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾക്കെതിരെ കേസെടുത്തുകൊണ്ട് അവരെ അല്ല വിജയ ജയിലിൽ അടയ്ക്കേണ്ടത്. സത്യം പറയുന്നവരെ ജയിലിൽ അടച്ച് ശീലിക്കുന്നവൻ അവൻ പച്ച നുണയൻ തന്നെയാണ്, പച്ച കൊള്ളക്കാരൻ തന്നെയാണ് എന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുക തന്നെയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ കെ എം ഷാജഹാൻ സാർ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവ് സഹിതമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് വിവരാവകാശ പ്രവർത്തകൻ വിവരാവകാശ രേഖകൾ സഹിതമാണ് നമ്മൾ കൊടുത്ത കാശിന്റെ കണക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 36,500 രൂപ കൊടുത്ത് ചലാന അടച്ചുകൊണ്ട് ആവശ്യപ്പെടണം അത്രേ. ഇതിൽ പരം ഒരു നക്കിത്തരം വേറെയുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ദുരന്തത്തിനിടയിൽ രാഷ്ട്രീയം പറയല്ലേ, നക്കിത്തരം പറയല്ലേ, അതല്ലെങ്കിൽ ആളുകൾക്ക് 1 രൂപ കിട്ടുന്നത് നിനക്കെന്താടോ സൂക്കട എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ദുരന്ത ബാധിതർക്ക് പ്രളയ ദുരന്ത ബാധിതർക്ക് എല്ലാവർക്കും സഹായം എത്തിച്ചോ. ഓക്കി ദുരന്തത്തിലായാലും ഈ പറയുന്ന കൊറോണ ദുരന്തത്തിലായാലും ഒട്ടേറെ ദുരന്തങ്ങൾ കടന്നുപോയിട്ടുള്ള ഈ കേരള നാട്ടിൽ ആ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് അവർക്ക് ആവശ്യപ്പെട്ട ധനസഹായം എത്തിച്ചോ? ഇല്ല. എന്തിനേറെ ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിനോട് ചേർത്ത് വായിക്കാവുന്നത് കവളപ്പാറ ദുരന്തം ഉണ്ടായിരുന്നു കഴിഞ്ഞ നാളുകളിൽ, പിന്നെയോ പെട്ടിമുടി ദുരന്തം ഉണ്ടായിരുന്നു. എല്ലാം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയ ആ പാവങ്ങൾക്ക് ഇന്നും പുനരധിവാസം ഉറപ്പുവരുത്താൻ ആവാത്തവന്മാരാണ് കോടിക്കണക്കിന് രൂപ ഈ ശേഖരിച്ചുകൊണ്ട് ഇത്തരത്തിൽ കോഴി ഫാം തുടങ്ങാനും പുട്ടടിച്ചു തീർക്കാനും വേണ്ടി ഉപയോഗിച്ചു എന്ന തെളിവ് സഹിതം പറയുമ്പോൾ എന്തിനാണ് പച്ച സത്യങ്ങൾ പറയുമ്പോൾ അതിനെതിരെ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് മടിയിൽ നല്ലോണം കനമുണ്ട്, ആ കനം തൂങ്ങി അവസാനം നിലത്തുമുട്ടുമ്പോൾ ജനങ്ങൾ കൂകി വിളിക്കും, അയ്യേ ഇതാ അവന്റെ മടിയിലെ കനം എന്ന് കൂകി വിളിക്കും. ആ കൂകി വിളിക്കുന്നതിനേക്കാൾ ആ വലിയൊരു നാണക്കേട് ഉണ്ടോ എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വെപ്രാളമുണ്ടല്ലോ, അത് വലിയൊരു കള്ളന്റെ തട്ടിപ്പുകാരുടെ വെപ്രാളമാണ് എന്ന് സാധാരണക്കാരൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, സംശയിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയ അവരെ കുറ്റപ്പെടുത്താനാവില്ല എന്നൊരു താക്കീത് മാത്രമേ പറയാനുള്ളൂ. ഇനിയും കെ എം ഷാജഹാൻമാരെ പോലെ ഒരുപാട് അറിവുള്ള വ്യക്തമായ തെളിവ് സഹിതം കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ഗ്രഹിച്ച് മാത്രമേ ഓരോ മലയാളിയും മുന്നോട്ട് വരാവൂ എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.